കാണുന്നു? റഷീദേ, അവിടെ എന്തോ ഉണ്ടല്ലോ, ചേച്ചി കണ്ട? എന്ത് അത് വല്ല പൂച്ചയും ചത്തത്? അല്ല റഷീദേ, ഇത് വേറെന്തോ ആണ്. ഇത് നമ്മളെ ചെത്തുകാരൻ ദാമോദരനല്ലേ? ഓനെന്തേ പറ്റി? ഇന്നലെ വൈകുന്നേരം കൂടി ആ പഴയ നമ്മളെ കൂടയിൽ വന്നതല്ലോ. ആരോ കൊന്നതാണെന്ന് തോന്നുന്നു. നൂറണിയില്ലേ? റഷീദേ, ജീവ ഒന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ പോലീസ് ആദ്യം നമ്മളായിരിക്കും ചോദിക്കും. അടങ്ങിന്റെ ഷെരീഫെ, ഇങ്ങനെ പേടിച്ചാലോ? ഞാനേ പോലീസിനെ വിളിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? മാറി നിൽക്കണം. ബോഡിയുടെ പിക്സ് എടുത്തില്ലേ? ആരോടോ ആദ്യം കണ്ടത്? രണ്ട് നാട്ടുകാരാണ് സാർ, ഒരു ഷെരീഫും റഷീദും. അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. അവരോട് എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞു. ഓന്റെ മോത്ത് വലിയൊരു പൊട്ടിച്ച് കണ്ട. ആരോടും പറയണ്ടട്ടാ. നമസ്കാരം. നാടിനെ നടുക്കിയ 2 കൊലപാതകങ്ങൾ അരങ്ങേറിയ ഗ്രാമത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടുത്തെ ജനത ഉറങ്ങിയുണരുന്നത് ഭയത്തോടെ മാത്രമാണ്. ഈ കൊലപാതകങ്ങളെ കുറിച്ച് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. പറയൂ, നിങ്ങളാണോ ഡെഡ് ബോഡി ആദ്യമായി കണ്ടത്? ആ, ഞാനും റഷീദും കൂടി കഴിഞ്ഞ ബുധനാഴ്ച കട തുറക്കാൻ പോയപ്പോഴാണ് കണ്ടത്. നിങ്ങൾ തന്നെയാണോ അത് പോലീസിനെ അറിയിച്ചത്? ആ, പോലീസിനെ അറിയിച്ചത് നമ്മളെ റഷീദാണ്. അതെ, ആദ്യ കൊലപാതകം നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു എന്നാണ് മൃതദേഹം ആദ്യം കണ്ട ഷെരീഫ് നമ്മോട് പറഞ്ഞത്. ഈ കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്നുണരും മുമ്പ് ഈ നാട് മറ്റൊരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു തുടർക്കഥയാകുമോ? നോക്കാം നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ഈ 2 കൊലപാതകങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാഴ്ചയിൽ ഈ 2 കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞുവെങ്കിലും ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുന്നില്ല. സ്കൈലൈൻ ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ സുജേഷിനൊപ്പം റിപ്പോർട്ടർ നിരഞ്ജന.